ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഏഴാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ജിയോജിബ്ര. ഒരു തലത്തിൻ്റെ ഏതൊരു പോയിന്റിനെയും ഒരു ജോഡി നമ്പർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. 2 ഡയമെൻഷണൽ പ്ലെയിനിൽ ഒരു പോയിന്റിൻ്റെ സ്ഥാനം എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ബേസ് ചെയ്താണെന്ന് നമ്മൾ മാത്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. കമ്പ്യൂട്ടറിൽ ജിയോമെട്രിക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ജിയോജിബ്ര. എന്താണ്? കമ്പ്യൂട്ടറിൽ ജിയോമെട്രിക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര. ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഷോ ആപ്ലിക്കേഷൻസിൽ ജിയോജിബ്ര. ഇതാണ് ജിയോജിബ്രയുടെ വിൻഡോ. ഇനി നമ്മളോട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കണം അല്ലേ. അതെങ്ങനെയാണെന്ന് നോക്കാം. പോയിന്റ് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ കുറേ ഗ്രൂപ്പുകൾ കണ്ടോ. അതിൽ ഈ രണ്ടാമത്തെ ഗ്രൂപ്പിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയാണ് നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള രണ്ട് പോയിന്റ് മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്യുമ്പം ഇത് കണ്ടോ, ഈ അടുത്ത വശത്ത് നമ്മളിതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇവിടെ ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട് അല്ലേ. ഇതിനെ പറയുന്നതാണ് ഓൾജിബ്രായിക് വ്യൂ എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഇതിനെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കണം. ലൈൻ വരയ്ക്കാനായിട്ട് ഈ മൂന്നാമത്തെ ഗ്രൂപ്പിൽ ലൈൻ എന്നൊരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ രണ്ട് പോയിന്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആ ലൈൻസ് വന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് പോയിന്റും ലൈനും മാർക്ക് ചെയ്യാം. അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ടൂളുകൾ ഉപയോഗിക്കാതെ എങ്ങനെയാണ് ഈ പോയിന്റ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പോയിന്റും ലൈനും മാർക്ക് ചെയ്തത് അല്ലേ. ഈ ടൂൾസ് ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെയാണ് പോയിന്റും ലൈനും മാർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് പുതിയൊരു വിൻഡോ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. ഫയൽ, ന്യൂ വിൻഡോ എടുത്തു. ഇനി ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് A1,2 അതിനു വേണ്ടി ഇത് കണ്ടോ, ഈ ഒരു വിൻഡോയുടെ ഏറ്റവും താഴെയായിട്ട് ഒരു ഇൻപുട്ട് ബാർ ഉണ്ട്. ഇൻപുട്ട് ബാർ ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ഏത് പോയിന്റ് ആണോ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് ക്യാപിറ്റൽ ലെറ്റർ എ കൊടുക്കുക, ബ്രാക്കറ്റിനുള്ളിൽ 1,2 എന്ന് കൊടുക്കുക. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ എ 1,2 കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. കണ്ടോ, നമ്മൾ ആ കൊടുത്തിരിക്കുന്ന കറക്റ്റ് പോയിന്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ടെക്സ്റ്റിൽ വീണ്ടും പറഞ്ഞിട്ടുണ്ട് കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. A = 1,2, അടുത്തത് B 1,3, അടുത്തത് B = 1,3, B = ബ്രാക്കറ്റിനുള്ളിൽ 1,3 എൻ്റർ പ്രസ് ചെയ്തു. അതിനുശേഷം C = വീണ്ടും ബ്രാക്കറ്റിനുള്ളിൽ 1,4 എൻ്റർ പ്രസ് ചെയ്തു. അതിനുശേഷം D = ബ്രാക്കറ്റിനുള്ളിൽ 1,5. ഓക്കെ, ആ പോയിൻറ്റ്സ് എല്ലാം വന്നിട്ടുണ്ടല്ലേ. അതിനുശേഷം നോക്കിയേ, ഇതിനെല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈന്. അതിനു വേണ്ടി നമുക്കിവിടെ ഒന്നെങ്കിൽ ലൈൻ എടുക്കാം, അല്ലെങ്കിൽ സെഗ്മെൻറ്റ് ടൂൾ എടുക്കാം. പക്ഷേ നമ്മൾ ഇവിടെ ടൂളുകളൊന്നും ഉപയോഗിക്കാണ്ടല്ലേ നമ്മൾ ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ലൈനും നമ്മൾ അങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. അതിനു വേണ്ടി നമുക്കിവിടെ ഈ ഇൻപുട്ടിൽ സെഗ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. എസ് ക്യാപിറ്റൽ ആയിരിക്കണം. സെഗ്മെൻറ്റ്, എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ ആദ്യത്തെ പോയിന്റ് ഏതാണ്? എ അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എ, ലാസ്റ്റ് ലെറ്റർ ഏതാണ്? ഡി. ലാസ്റ്റ് പോയിന്റ് ഏതാണ്? ഡി അല്ലേ. അപ്പം A, D കൊടുക്കുക, എൻ്റർ പ്രസ് ചെയ്യുക. ഉണ്ടോ, നമ്മൾ ടൂൾസ് ഒന്നും ഉപയോഗിക്കാതെ പോയിന്റും ലൈനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇത് വൈ ആക്സിസ് അല്ലേ. ഈ വൈ ആക്സിസിന് സമാന്തരമായിട്ട് ഒരു ചെറിയൊരു വരയല്ലേ ലഭിച്ചിരിക്കുന്നത്. ഈ വര നമുക്കിങ്ങനെ താഴേക്കും മുകളിലേക്കും ഈ ലൈൻ നേരെ
രണ്ട് സൈഡിലേക്ക് നമുക്ക് നീട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ. ആ ഒരു ഇക്വേഷൻ നമ്മളിവിടെ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എക്സ് ഈസ് ഈക്വൽ ടു 1. സ്മോൾ ലെറ്റർ ആട്ടോ കൊടുക്കണ്ടേ. എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നോക്കിയേ, ഈ വൈ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വന്നിട്ടുണ്ടല്ലേ. ഈ ഒരു രീതിയിലാണ് ജിയോജിബ്രയിൽ ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ടെക്സ്റ്റിൽ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ടേബിൾ 7.4 കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 2. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യത്തെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 2 ഉണ്ടോ. ഇതിപ്പോൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലായോ? എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വന്നിട്ടുണ്ട് അല്ലേ. എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇവിടെ ഓരോ പോയിന്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. പോയിന്റ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഓരോ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, ഈ ഓൾജിബ്രായിക് വ്യൂവിൽ y കോർഡിനേറ്റ് എപ്പോഴും 2 ആയിരിക്കും. y കോർഡിനേറ്റ് എപ്പോഴും 2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സിൽ എഴുതേണ്ടത് എന്താണ്? എക്സ് ആക്സിസിന് പാരലായിട്ടാണ് ഈ ലൈൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 2 ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു വൈ. അതാണ് കൊടുക്കാൻ പോകുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു വൈ. എക്സ് ഈസ് ഈക്വൽ ടു വൈ. ഓക്കെ, ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ലൈൻ പാസ് ചെയ്യുന്നത് ഒറിജിനിലൂടെയാണ് അല്ലേ. ലൈൻ പാസ് ചെയ്തത് ഒറിജിനിലൂടെയാണ്. അതുപോലെ തന്നെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കും. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കും. ഉണ്ടോ? 1,1 വന്നു. ഉണ്ടോ? 4,4. ലൈൻ പാസ് ചെയ്തിരിക്കുന്നത് ഒറിജിനിലൂടെയാണ്. അതുപോലെ തന്നെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അടുത്ത ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 2x. y ഈസ് ഈക്വൽ ടു 2x. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെയും ലൈൻ പാസ് ചെയ്തിരിക്കുന്നത് ഇതിലാണ്, ഒറിജിനിലൂടെയാണ്. അതുപോലെ തന്നെ y ഈസ് ഈക്വൽ ടു 2x എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് എക്സ് കോർഡിനേറ്റിൻ്റെ ഡബിൾ ആയിരിക്കും y കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റിൻ്റെ ഡബിൾ ആയിരിക്കും y കോർഡിനേറ്റ്. എക്സാമ്പിളായിട്ട് ഇവിടെ ഈ ഒരു പോയിന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, എക്സ് കോർഡിനേറ്റിൻ്റെ ഡബിൾ ആയിരിക്കും വൈ കോർഡിനേറ്റ്. മനസ്സിലായോ? എക്സ് കോർഡിനേറ്റിൻ്റെ ഡബിൾ ആയിരിക്കും വൈ കോർഡിനേറ്റ്. അതാണ് y ഈസ് ഈക്വൽ ടു 2x എന്ന ഇക്വേഷൻ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത ഇക്വേഷൻ 2x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5. 2x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5. ഓക്കെ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഓരോ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പം എക്സ് കോർഡിനേറ്റിൻ്റെ ഡബിളും അതുപോലെ വൈ കോർഡിനേറ്റും കൂടെ കൂട്ടിയാൽ 5 കിട്ടും. എക്സ് കോർഡിനേറ്റിൻ്റെ ഇരട്ടിയും വൈ കോർഡിനേറ്റും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 5 കിട്ടും. നമുക്ക് നോക്കാം. എക്സ് കോർഡിനേറ്റ് ഏതാണ്? 2 അല്ലേ. അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 4 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 5 അല്ലേ. അതുപോലെ തന്നെ ഏതാണ്? 1 പ്ലസ് അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 2 ആണ്. 2 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 5. മനസ്സിലായോ? ഈ ഒരു രീതിയിൽ വേണം ഈ ഒരു ടേബിള് ഫില്ല് ചെയ്യാനായിട്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം.
ഇവിടെ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് തന്നിരിക്കുന്നത് അല്ലേ. y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്കിവിടെ ഡയറക്റ്റ് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. y ഈസ് ഈക്വൽ ടു എക്സ്, അതുപോലെ ഈ ഒരു സിമ്പിൾ കൊടുക്കുക, അതിനുശേഷം 2 കൊടുക്കുക. ഓക്കെ, y ഈസ് ഈക്വൽ ടു എക്സ്, പിന്നെ ഈ ഒരു സിമ്പിൾ, അതിനുശേഷം 2 കൊടുക്കുക. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. y ഈസ് ഈക്വൽ ടു എക്സ്. ആ സിമ്പിൾ വരാൻ വേണ്ടി നമ്മൾ കീബോർഡിലെ ഷിഫ്റ്റ് കീയും നമ്പർ 6ഉം കൂടെ പ്രസ് ചെയ്യുക. കീബോർഡിലെ ഷിഫ്റ്റ് കീയും നമ്പർ 6ഉം കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ വന്നു. അതിന് ശേഷം 2 കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്കൊരു പരാബോള കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. എക്സ് സ്ക്വയർ, അപ്പം എക്സ് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് 6 പ്രസ് ചെയ്തു, എക്സ് സ്ക്വയർ 2 കൊടുക്കുന്നു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഒരു സർക്കിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ 7ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ 3 സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.